ഏത് പ്രായത്തിലാണോ നമ്മൾ നിൽക്കുന്നത് ആ പ്രായത്തേക്കാൾ കുറവ് പ്രായം തോന്നാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ചെറുപ്പമായിട്ടിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രായം കൂടുതൽ തോന്നിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ലല്ലോ. അപ്പോൾ 60 കഴിഞ്ഞാലും 60 പിന്നിട്ടാലും നമ്മുടെ സ്കിന്ന് നല്ല യൂത്ത്ഫുള്ളായിട്ട്, പ്ലംബി ആയിട്ട്, നല്ല റേഡിയൻ്റ് ആയിട്ട്, നല്ല പ്രസരിപ്പോടെ കൊണ്ടുപോകാൻ സാധിച്ചാലോ? അതൊരു നല്ല കാര്യമല്ലേ? സ്വാഭാവികമായിട്ടും പ്രായം കടന്നു പോകുന്നതിനനുസരിച്ച് ഇലാസ്റ്റിസിറ്റിയും കൊളാജിൻ പ്രൊഡക്ഷനൊക്കെ കുറയുകയും ഫൈൻ ലൈൻസും റിങ്കിൾസും സാഗിങ്ങും ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. എന്നിരുന്നാൽ തന്നെയും ഒരു കൃത്യമായ ഒരു പരിചരണം നമ്മുടെ സ്കിന്നിന് കൊടുത്താൽ, ഒരു പ്രോപ്പർ കെയർ നമ്മുടെ സ്കിന്നിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ഫേസിനെയൊക്കെ നമുക്ക് നല്ല യങ് ആയിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. അതിന് പ്രായം ഒരു തടസ്സമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 60 വയസ്സിന് ശേഷം സ്കിന്ന് വളരെ ഡള്ളായി പോയിട്ടുള്ള ഫൈൻ ലൈൻസും റിങ്കിൾസും സാഗിങ്ങും ഒക്കെ വന്ന് ആകെ വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് ഇതുവരെയും ഒരു സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ട് കൃത്യമായൊരു ധാരണ ഇല്ലായ്മ കൊണ്ടാവാം. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയുള്ളത് കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യത്തെയും പ്രായത്തെയും യൗവനത്തെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് നമ്മൾ എപ്പോൾ തീരുമാനിക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മളെ ഒന്ന് കെയർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു തുടങ്ങും. സ്കിന്ന് നല്ല യങ്ങായിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. മെച്യൂർഡ് സ്കിന്നിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. പതിയെ പതിയെ നമ്മുടെ പ്രായത്തെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണിത്. നമ്മുടെ സ്കിന്നിന് ഒരു ബോട്ടോക്സ് എഫക്റ്റ് തരുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. മാത്രമല്ല 60-ന് ശേഷമുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയായിരിക്കണം എന്നതും കൂടി ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ചാനലിലേക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് നല്ല നല്ല കമൻസുകൾ വരുന്നുണ്ട്. എല്ലാം ഞാൻ വായിക്കാറുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ, നിങ്ങൾ ഈ ചാനലിനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് കാണുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഈ സപ്പോർട്ട് എനിക്ക് തുടർന്നും ആവശ്യമാണ്. നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും ഫെയറി ഫ്രെയിംസിലേക്ക് സ്വാഗതം. ഈ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് വെണ്ടയ്ക്കയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളൊരു സാധനമാണ്. നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. ഒരു നാച്ചുറൽ ബോട്ടോക്സ് ഓൾട്ടർനേറ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ വെണ്ടയ്ക്കയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ഈ വെണ്ടയ്ക്ക വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഡ്രൈയിങ് ആവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ വളരെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ സ്കിന്നിനെ ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്ത് ഒരു മോയ്സ്ചർ നിലനിർത്താനായിട്ട് വെണ്ടയ്ക്ക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിനെ റിപ്പയർ ചെയ്ത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുവാനും ഡാർക്ക് സ്പോട്ട്, അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഇതിനെയൊക്കെ മാറ്റി സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആകാനും ഒരു ഈവൻ ടോൺ നിലനിർത്താനും വെണ്ടയ്ക്ക വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്കിന്നിന് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് വെണ്ടയ്ക്കയാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. വൈറ്റമിൻ സിയും സിങ്കും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ കടലമാവെന്ന് പറയുന്നത്. ഇത് ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ ലൂസായിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ടൈറ്റൻ ചെയ്യുവാനും ആ സാഗിങ് ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഫേം ആക്കാനുമായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കടലമാവ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്തുവാനും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കി ബ്രൈറ്റ് ആക്കി കൊണ്ടുപോകാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കടലമാവെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഏജിങ്ങിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സ്കിന്നിലൊരു എക്സ്ഫോളിയേഷൻ നടത്തുവാനും സ്കിന്ന് നല്ല സ്മൂത്ത് ആകുവാനും സോഫ്റ്റ് ആകുവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തൈരെന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിലെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. ഇനി നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. സ്കിന്നിന് നല്ലൊരു യങ് ലുക്ക് നൽകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. സ്കിൻ നാച്ചുറലി യങ് ആൻഡ് ഹെൽത്തി ആക്കുന്നു ഒലിവ് ഓയിൽ. മാത്രമല്ല ഈ ഒലിവ് ഓയിൽ സ്കിന്നിന് ഒരു ഡീപ്പ് മോയ്സ്ചറൈസേഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻറ്റി ഏജിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ 4 ഇൻഗ്രീഡിയൻസും. അതുകൊണ്ട് തന്നെ ഇതിന് പകരം എന്നൊന്നില്ല. ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് തന്നെ ആവണം നിങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നമ്മൾ 3 വെണ്ടയ്ക്ക എടുക്കുക. ഇത് 3ഉം നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇത് വേകാൻ ആവശ്യമായ അത്രമാത്രം വെള്ളമൊഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാകും. അപ്പോഴേക്കും ഇതൊന്ന് നല്ലപോലെ വെന്ത് കിട്ടും. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുമ്പോൾ ആ വെള്ളം നമുക്ക് ആവശ്യമില്ല. വെണ്ടയ്ക്ക മാത്രമിട്ട് നന്നായിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഈ അരച്ചെടുത്ത വെണ്ടയ്ക്കയുടെ പേസ്റ്റിലേക്ക് 1 ടീസ്പൂൺ കടലമാവ് ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ തൈര് ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് 4ഉം കൂടി നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലതുപോലെ ക്ലെൻസ് ചെയ്ത വാഷ് ചെയ്ത മുഖത്ത് ഇത് അപ്ലൈ ചെയ്യുക. മുഖത്ത് മാത്രമല്ല, മുഖത്തും കഴുത്തിലും നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. നിങ്ങളൊരു തിക്ക് ലെയറായിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. നല്ലതുപോലെ എടുത്ത് നല്ല തിക്ക് ലെയറായിട്ട് മുഖത്തും കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. എന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഒരു മോയ്സ്ചറൈസർ മുഖത്ത് അപ്ലൈ ചെയ്യുക. നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണിത്. പ്രത്യേകിച്ച് മെച്യൂർഡ് സ്കിന്നിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും. ഓരോ ദിവസം നിങ്ങൾ ചെയ്യും തോറും നിങ്ങളുടെ സ്കിന്നിലുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസം അപ്ലൈ ചെയ്താൽ മതി. എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലത്. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപാട് വിലയൊന്നും കൊടുക്കേണ്ടതില്ല. എന്നാൽ ഒരു ബോട്ടോക്സ് എഫക്റ്റ് തരുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഈ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഫേസ് പാക്കുകൾ, ഇത്തരം ആൻറ്റി ഏജിങ് ഫേസ് പാക്കുകൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു സ്കിൻ കെയർ റുട്ടീനും കൂടെ ഉണ്ടായിരിക്കണം. ഈ ഫേസ് പാക്കുകൾ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ പോരാ, നമ്മുടെ സ്കിന്നിൽ കൊടുക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്കറിയാം, പണ്ട് കാലത്ത് ആളുകളൊക്കെ എണ്ണ തേച്ചായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാലക്രമേണ നമുക്ക് അതിനൊന്നും സമയമില്ലാതായി, നമ്മളതൊന്നും ചെയ്യാതായി. കുളിക്കുക എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് നമ്മൾ കുളിച്ചിട്ടിങ്ങ് വരിക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. അത് ഏത് പ്രായത്തിലാണെങ്കിലും ഒരു എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഒരു ഓയിൽ മസാജൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കുളി വളരെ നല്ലതാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ശരീരം മൊത്തവും കുറച്ച് എണ്ണ തേച്ച് കുളിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതിനായിട്ട് നമുക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം. ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളുള്ള ഒന്നാണ് നല്ലെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണ തേച്ച് കുളിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നല്ലെണ്ണയാണ്. കാരണം പ്രായം കൂടുന്നതിനനുസരിച്ച് എന്തായാലും ശരീരമൊക്കെ വളരെയധികം ഡ്രൈയിങ് ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഒരു എണ്ണ വളരെയധികം ആവശ്യമാണ്. അപ്പോൾ നല്ലെണ്ണയായിരിക്കും അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്ന്. അപ്പോൾ ഒരു സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞാൽ, ഒരു ക്ലെൻസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാം. ജെന്റിലായിട്ടുള്ള ക്ലെൻസർ വേണം ഇതിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, കുളിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നതിനോടൊപ്പം മുഖവും ആ സോപ്പ് കൊണ്ട് ഉപയോഗിച്ച് കഴുകുക എന്നുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങളൊരു ക്ലെൻസർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ പയറുപൊടി യൂസ് ചെയ്താൽ മതി. നല്ല ഫൈനായിട്ട് പൊടിച്ച പയറുപൊടി വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നിങ്ങളൊരു വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുക. പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനും അതുപോലെ ഡാർക്ക് സ്പോട്ടും ഒക്കെ കുറയ്ക്കുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ, നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു വൈറ്റമിൻ സി സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ കൂടി യൂസ് ചെയ്യുക.
മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ സെറാമൈഡ്സ് അടങ്ങിയ, പെപ്റ്റൈഡ്സ് അടങ്ങിയ, ഹൈലറോണിക് ആസിഡുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള മോയ്സ്ചറൈസർ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. മുഖം ക്ലെൻസ് ചെയ്യുക, അതിനുശേഷം വൈറ്റമിൻ സി സിറം അപ്ലൈ ചെയ്യുക, അതിനുശേഷം മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു സൺസ്ക്രീൻ കൂടെ യൂസ് ചെയ്യുക. SPF 50 ഉള്ള ഒരു സൺസ്ക്രീൻ നിങ്ങൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്തിരിക്കണം. നിങ്ങൾ പുറത്തൊന്നും പോകുന്നില്ല, ജോലിക്കൊന്നും പോകുന്നില്ല, വീട്ടിലിരിക്കുന്ന ആളുകളാണ്, വീട്ടമ്മമാരാണ് എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഡേ ടൈമിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. ഒന്ന്, നിങ്ങളൊരു വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുക, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇത്രയും മതിയാകും. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കുക. ഇനി നൈറ്റ് ടൈമിലെ കാര്യം പറയാം. നൈറ്റ് ടൈമിൽ ഇതുപോലെ നല്ല രീതിയിൽ ഏത് ക്രീമായാലും സിറമാണേലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അത് മറന്നു പോകരുത്. അപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു റെറ്റിനോൾ ക്രീം അല്ലെങ്കിൽ റെറ്റിനോൾ സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ പെപ്റ്റൈഡ് സിറം നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ, നല്ലതുപോലെ ഒരു മോയ്സ്ചറൈസർ നല്ലപോലെ മുഖത്തും കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്യുക. ആവശ്യമെങ്കിൽ ഒരു ആൻറ്റി ഏജിങ് ക്രീമും കൂടെ നിങ്ങളുടെ PM റുട്ടീനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി AM റുട്ടീനിലും PM റുട്ടീനിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ വളരെ വലിയൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നന്നായി വെള്ളം കുടിക്കുക, ഒരു 7-8 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങുക, സ്ട്രെസ് ഒന്നും അധികം എടുക്കാതിരിക്കുക, അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സി അടങ്ങിയ ഫുഡൊക്കെ നിങ്ങൾ കഴിക്കുക. മീൻ, മുട്ട, കടല ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ഇതൊക്കെ ഇതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ പ്രായം എവിടെ നിൽക്കുന്നോ ആ പ്രായത്തേക്കാൾ കുറച്ച് പ്രായം തോന്നിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ മുഖത്തെയും ശരീരത്തെയൊക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വന്നൊരു കമൻറ്റാണ്. ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു, മോളെ ഈ ഫേസ് പാക്ക് 60 കഴിഞ്ഞവർക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് മറ്റൊരാൾ വന്ന് കൊടുത്തു, 60 വരെ നോക്കണോ, 70 കഴിഞ്ഞിട്ട് പോരേ എന്ന്. അപ്പോൾ അത് പരിഹസിച്ചുകൊണ്ട് കൊടുത്ത ഒരു കമൻറ്റാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ ഒരു കാരണം 60 കഴിഞ്ഞവർ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പരിഹാസമാണ് ആ കമൻ്റായിട്ട് അവിടെ വന്നത്. പ്രായം എന്ന് പറയുന്നത് ഒരു കാര്യങ്ങൾക്കും തടസ്സമല്ല. അത് 50 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, 70 ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, നമുക്കതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് നല്ലതായിട്ടിരിക്കണം, നല്ല പ്രസൻറ്റബിൾ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കണം, വേണ്ടേ? എൻ്റെ ഈ ചാനൽ കാണുന്ന പല ഏജിലുള്ള പല ആളുകളുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് ഓടിയിട്ടുണ്ടാവും, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണ്ടി നമ്മൾ എപ്പോഴാണ് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക? അത് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മളെ കെയർ ചെയ്യാനായിട്ട് നമ്മുടെ സ്കിൻ കെയർ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക തന്നെ വേണം. അതിന് പ്രായം ഒരു തടസ്സമല്ല. ഏത് പ്രായത്തിലാണെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.